പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നുവല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും വരുന്ന മറ്റൊരു മേഖലയാണ് വചനം പ്രസംഗിക്കുമ്പോൾ. ദൈവവചന പ്രഘോഷണം നടക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. ആ പ്രദേശത്തേക്കും ആ വചനം കേൾക്കുവാൻ കടന്നു വരുന്ന വ്യക്തികളിലേക്കും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്കുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് ആ മേഖല ഒരു നിമിഷമൊന്ന് നോക്കാം. അപ്പസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 44-45 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ സത്യം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടു. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് 10-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള തിരുവചനത്തിൽ. അത് വിജാതിയർക്ക് ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൻ ഹെഡിങ്ങാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 44-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ്: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രിയ സഹോദരങ്ങളെ, അവിടെ കൂടിയിരുന്ന എല്ലാവരും മാമോദീസ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലെ അംഗമായിട്ടുള്ളവരല്ലായിരുന്നു. അവിടെ വിജാതീയരായിട്ടുള്ള അനേകം വ്യക്തികൾ അവിടെ വന്നിരുന്നു. വിജാതീയരും വചനം കേൾക്കുവാൻ അവിടെ വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിലും അവർ വചനം കേൾക്കുവാൻ വരുന്നുണ്ട്. പക്ഷേ ചില വർഗീയതയൊക്കെ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പലരും ഇപ്പോൾ പുറകോട്ട് മാറി. എങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ പള്ളിയിലേക്കോ അല്ലെങ്കിൽ വചനപ്രഘോഷണ മേഖലകളിലേക്കോ അവർ വരുന്നില്ല എങ്കിൽ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ TV, യൂട്യൂബ് അതുപോലെയുള്ള മേഖലകളിലൂടെ എല്ലാം അവരിത് കാണുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അവരവരുടെ മതത്തിൻ്റെ നേതൃത്വ നിരയിൽ നിന്നും പലതരത്തിലുള്ള ഉപദ്രവവും കടന്നു വരുമോ എന്നുള്ള ഭയത്തിൻ്റെ പരിണിതഫലമായിട്ട് പലരും അങ്ങനെ കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ വചനം പറയുകയാണ്. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. എല്ലാവരുടെയും മേൽ, അതായത് സകല മനുഷ്യരുടെയും മേലും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന, എന്തുകൊണ്ടായിരിക്കാം വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്? അത് പ്രിയ സഹോദരങ്ങളെ മറ്റൊന്നുമായിട്ടല്ല, വചനം ദൈവമാണ്. പത്രോസ് അവിടെ പ്രസംഗിച്ചത് ദൈവത്തെയാണ്. ദൈവത്തെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ട വ്യക്തികളെല്ലാം കേട്ടതാരെയാണ്? യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് അവർ കേട്ടത്. ദൈവത്തെ കേൾക്കുന്നു. ആ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസം വന്നിട്ടുണ്ട്. ആ ദൈവത്തിൽ അവർക്ക് വിശ്വാസം വന്നതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലേക്കും കടന്നു വന്നത്. ബൈബിളിൽ വിശ്വാസം വന്നതിൻ്റെ പേരിലാണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഞാനിതിങ്ങനെ പറയാൻ കാരണം റോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടാകുന്നത് കേൾവിയിലൂടെയാണ്. അപ്പോൾ കേൾവിയിലൂടെ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ കേട്ട വചനം ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ വചനത്തെ അവർ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. അതല്ലായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികൾ വചനം കേൾക്കുന്നുണ്ട്. അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് വന്നിരുന്നുവെങ്കിൽ അവരൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് അവരെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് പലപ്പോഴും വചനകേന്ദ്രങ്ങളിലേക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ജനം കടന്നു ചെല്ലുന്നത് അവരുടെ സാമ്പത്തിക നേട്ടത്തിനോ നിലനിൽപ്പിനോ ഒക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും പോകാറുള്ളത്.
പക്ഷേ ഇവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. തുടർന്ന് പറയുകയാണ്, വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടു. വിജാതീയരുടെ മേൽ കണ്ടോ, സ്വജാതീയർ മാമോദിസ സ്വീകരിച്ചവർ, അവർ വിശ്വസിച്ചു, സ്നാനം സ്വീകരിച്ചു, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്നാൽ ആ കാലഘട്ടത്തിൽ വിജാതീയരായിരുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ, ആ വചനം സ്വീകരിച്ചപ്പോൾ അവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ ഈ വചനം പറയുവാനായിട്ട് ദൈവം ഉപയോഗിച്ചതാരെയാണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത ഒരു നിരീശ്വരവാദിനെയല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ പ്രത്യയശാസ്ത്രക്കാരനെയല്ല ദൈവം എടുത്തുപയോഗിച്ചത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ അധികാരം കൊടുത്ത, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിളിച്ച് വേർതിരിച്ച പത്രോസാണ് ഈ വചനം പ്രസംഗിച്ചത്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കിട്ടിയ പത്രോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളിലേക്ക് കടന്നു വന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തി, മാമോദിസ സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തി എവിടെയെങ്കിലും നിന്ന് വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു എന്നൊരു വ്യർത്ഥമായ ചിന്തയുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. ഇവിടെ ദൈവം തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തിയ, ചുമതലപ്പെടുത്തിയ വ്യക്തിയുടെ നാവിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോഴാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ഈ വ്യക്തികളിലേക്ക് കടന്നു വന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ചുമതലപ്പെടുത്തിയ, ദൈവം അധികാരം കൊടുത്ത സഭാമക്കൾ, കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയ ആ മക്കൾ അവരുടെ നാവിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവരുടെ കേൾക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വന്നതുപോലെ കർത്താവേ, മീഡിയ മേഖലകളിലൂടെ വചനപ്രഘോഷണം നടത്തുമ്പോൾ അത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആത്മാവിൻ്റെ ചൈതന്യം അവിടുന്ന് ഒഴുക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.